Hello, welcome back to Yummy Malabar. ഇന്ന് നമ്മൾ ഒരു അടിപൊളി സമ്മർ ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കൊടും ചൂടിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് മാത്രം മതിയാകും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് നാരങ്ങ വേണം. അപ്പോൾ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു നാരങ്ങയും ഒരു നാരങ്ങയുടെ പകുതിയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നാരങ്ങയുടെ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് പുതിനയിലയാണ്. ഫ്രഷ് ആയിട്ടുള്ള കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് ഒരു കൈ നിറയെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ചിലവർക്ക് ഈ പുതിനയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പുതിനയില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വളരെ ചെറിയ പീസ് അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു അര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിനിങ്ങനെ കറക്റ്റായിട്ടുള്ള അളവൊന്നുമില്ല. സാധാ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഇതിലേക്ക് വളരെ ചെറിയ പീസ് അളവിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിനയിലെല്ലാം നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് അരിച്ചു മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ഡ്രിങ്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടായതിൻ്റെ പേരിൽ തണുപ്പോടെ കുടിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച് നമ്മുടെ ഡ്രിങ്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അത് നമ്മുടെ ഗ്ലാസ്സിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കുക. ശേഷം പകുതി ഭാഗം പ്ലെയിൻ സോഡ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മളുണ്ടാക്കിയ ഡ്രിങ്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ചധികമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. 2-3 ദിവസം വരെ നമുക്കങ്ങനെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ നല്ല ചൂടിലൊക്കെ ഈ ഒരു ഡ്രിങ്കിൻ്റെ മിക്സൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി. ഒരു ഡെക്കറേഷനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു അല്പം പുതിന ഇലയും അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മൊജിറ്റോസൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ കുടിക്കുമ്പോൾ ഫീൽ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്